ഹായ്. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ എനിക്ക് വേണ്ടി ഒരു മിഠായി ഒരാൾ കൊണ്ടുവന്നത്. പണ്ട് ചെറുതായിരുന്നപ്പോൾ ആര് വീട്ടിൽ വന്നാലും എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ പിന്നെ എനിക്ക് വേണ്ടിയിട്ടല്ല, ദേ ഇവിടെ 2 കുട്ടീസ് ഉണ്ട്, അവർക്ക് മാത്രമേ ഇപ്പോൾ എല്ലാവരും കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ ആൻറ്റി വന്നപ്പോൾ എനിക്കുമായിട്ട് ഒരെണ്ണം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ രാവിലത്തെ പണികളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഡിനോവിന് ഞാൻ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എഗ് റൈസ് ബിരിയാണി പോലെയൊക്കെയാണ് വെച്ച് കൊടുത്തത്. ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. എന്നിട്ട് ഇനി ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ. പക്ഷേ അത് സത്യമാണ് കേട്ടോ ഗൈസ്, വായിലോട്ട് വെക്കാൻ കൊള്ളൂലായിരുന്നു. പിന്നെ അത് ലൂക്കിന് പാലൊക്കെ കൊടുത്ത് കുറച്ച് നേരം റൂത്തുമോളെ എടുത്ത് അവളെ ഒന്ന് ഹാപ്പിയൊക്കെ ആക്കി. രാവിലത്തെ ടൈം എപ്പോഴും ഇങ്ങനെ ഈ കുട്ടി എന്നെ ഒരു പണിയും ചെയ്യിപ്പിക്കില്ല. പിന്നെ എനിക്ക് വേണ്ട ദോശയൊക്കെ ഉണ്ടാക്കി കേട്ടോ, എനിക്കും അമ്മയ്ക്കും വേണ്ട ദോശയൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പപ്പക്കാണെങ്കിൽ കുറച്ച് പ്രിൻ്റൊക്കെ എടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു. ഈ പ്രിൻ്ററിനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, ഞാൻ എപ്പോൾ എടുക്കാൻ നിന്നാലും അത് വർക്ക് ചെയ്യാറില്ല. അത് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ പ്രിൻറ്റിങ്ങോട് വന്നിട്ടിരിക്കും. അപ്പോൾ പപ്പയുടെ വായിരിക്കണം മൊത്തം എനിക്ക് കേൾക്കാറുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അല്ലു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടോ ഒന്ന് റെഡിയായി നിൽക്കുമോ, അവളുടെ കൂടെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാൻ പോകണമെന്ന്. അങ്ങനെ ഞാൻ റെഡിയാകാൻ നിന്നപ്പോഴത്തേക്ക് ആൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ എടുത്തൊരു വീഡിയോ ആണിത്. അങ്ങനെ എൻ്റെ കയ്യിലൊരു ഫെയർ ആൻഡ് ലവ്ലി ഉണ്ടായിരുന്നു, അതിൻ്റെ ആത്മാവ് വരെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ പറഞ്ഞത് അത് ഫെയർ ആൻഡ് ലവ്ലി അല്ല, അത് ഗ്ലോ ആൻഡ് ലവ്ലി. ഫെയർ ആൻഡ് ലവ്ലിയുടെ ഏതോ ചാത്തൻ പ്രൊഡക്റ്റാണ് ഗൈസ് ഞാൻ ഇത്രയും നാൾ മുഖത്തിട്ടുകൊണ്ടിരുന്നത്. എന്തായാലും അതിൻ്റെ ആത്മാവ് തീർന്ന് ഇനി 2ആയി കീറിയിട്ട് അതും കൂടി യൂസ് ചെയ്തിട്ട് അതിനെ കളയാമെന്നാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ കൈ കെട്ട വാച്ച് ഒരു ചത്ത വാച്ചാണ് കേട്ടോ ഗൈസ്. അതൊക്കെ കെട്ടി നേരെ ഹോസ്പിറ്റലിലോട്ട് നമ്മളൊരു ഓട്ടോയും വിളിച്ച് പോയി. അവിടെ ചെന്ന് ചീട്ടൊക്കെ എടുത്ത് നമ്മൾ ഡോക്ടറെ കാണായിരുന്നപ്പോൾ ഒരു കാര്യം ഓർത്തത്, കുട നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടെന്ന്. എൻ്റെ കയ്യിൽ എന്തായാലും കുട ഇരിക്കാറില്ല, അതെപ്പോഴും മിസ്സാകാറുണ്ട്. അപ്പോൾ ഞാൻ ആൻറ്റിയുടെ കയ്യിൽ നിന്നൊരു കുട മേടിച്ചുകൊണ്ട് വന്നതാണ്, അത് പോയി ഗൈസ്. ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഡോക്ടറെ കയറി കണ്ടു. പുറത്തു നിന്നൊക്കെ മെഡിസിൻ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടറാണെങ്കിൽ നല്ല ക്യൂട്ടാണ്, പക്ഷേ എഴുതിയ മരുന്നിൻ്റെ വില കേട്ടാൽ നമ്മൾ ബോധം കെട്ട് വീഴും. കിഡ്നി വരെ വിറ്റ് കൊടുക്കേണ്ടി വരും, അത്രയ്ക്ക് വില കൂടിയ മെഡിസിനാണ് ഗൈസ് എഴുതിയിരുന്നത്. ഞാനാണെങ്കിൽ കുട പോയതോടെ എൻ്റെ കിളിയും പോയ ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അല്ലു എനിക്കൊരു കുട മേടിച്ച് തന്നു. പിന്നെ അവളുടെ ട്രീറ്റ് ആയിരുന്നു കേട്ടോ ഇന്ന് ഫുള്ള്. നമുക്ക് കുഴിമന്തിയൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞാൽ ആൾഡറിനെ വിളിച്ച് വരുത്തി. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ അവൾ എനിക്കൊരു പപ്സും ലൈമും കൂടി മേടിച്ച് തന്നു കേട്ടോ. അപ്പോഴത്തേക്കും ആൾഡറിനെത്തി നമ്മൾ നേരെ അതേ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് കുഴിമന്തി കടയിലോട്ട്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എൻ്റെ കിളി പോയി കിടക്കുകയാണല്ലോ ഗൈസ്. അപ്പോൾ ആ കിളി പോയി കിടക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ വായിൽ നിന്ന് വരുന്നത് എല്ലാം പൊട്ടത്തരമായിരുന്നു. ഞാൻ പൊട്ടത്തരം വിളിച്ച് പറയായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു 2 ഹാഫ് കുഴിമന്തിയും 1 ക്വാർട്ടർ കുഴിമന്തി ഈ 3 പേർക്കും കൂടി. ആ വെയിറ്റർ ചേട്ടനാണെങ്കിൽ അന്തം വിട്ട കുന്തം പോലെ നിൽക്കുക, നീ പെണ്ണ് എന്തായി പറയുന്നുള്ള ഒരു മൈൻഡിൽ നിൽക്കുക. എന്നിട്ട് എല്ലാവരും കൂടി ചിരിച്ചൊരു വഴിയായി ലാസ്റ്റ്. അങ്ങനെ മന്തി വന്നു, പെരിപ്പരി മന്തിയാണ് വന്നത്. പിന്നെ പെപ്സിയും വന്ന് നമ്മൾ അവിടെ നിന്ന് കഴിച്ച് നല്ല സെറ്റായി. പിന്നെ ഇവരായിട്ട് പോയാൽ ഉണ്ടല്ലോ ഗൈസ്, നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. നമ്മൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്, എന്നാലും സെറ്റായി.